അസ്സലാമലൈക്കും. സൈനബ് ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു ഹദീസില് മുസ്നദ് അഹ്മദിൽ ഹദീസാന്ന് പറഞ്ഞു. സൈനബ് ബീവി തങ്ങൾ പറയാണ്, ഫബൈനമ അന യൗമൻ ബിനിസ്ഫിൻ നഹാരി ഇദൻ അന ബിലില്ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖ്ബിലുൻ. ശരീരം തന്നെയാണ് അവിടെ ഉദ്ദേശിച്ചത്. അങ്ങനെ ശരീരം തന്നെ മുന്നിട്ട് വരുന്നുണ്ട് എന്നുള്ള അർത്ഥം. അപ്പൊ ആടെ ദില്ലുന്നു നമ്മൾ പറഞ്ഞ ഉമാലഹു ദിലാൽ അതേ പദം തന്നെ ലുസറിയുടെ നിഴല് പറഞ്ഞാല് നിഴല് വരുത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരിക എന്നാണ് ഉദ്ദേശം. അപ്പൊ അവിടെ ആ ദില്ലിക്ക് നിയൽ എന്നുള്ള അർത്ഥം വെക്കാൻ പാടില്ല സാർ? ഇല്ല, നെല്ല് വരുന്നത് മുക്കുബിൽ തന്നെ എന്താ മുന്നിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. നിഴലാ വരികയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് വരിക. അപ്പൊ റസൂലുള്ള വരുമ്പോ അതിന്റെ നിയല് കണ്ടു എന്ന് പറഞ്ഞ് വെക്കാൻ പറ്റില്ല സാർ? അങ്ങനെ അല്ല, സാധാരണ നിഴല് കാണുന്ന നിഴല് കാണുന്നെന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഒരാളെ പിന്നെ അവിടെ ഷഖ്സ് തന്നെ ഉദ്ദേശിക്കണം. അയാള് വരുന്നുണ്ട്. അപ്പൊ ഷഖ്സ് തന്നെ ഉദ്ദേശിക്കണം. അതെ. അപ്പൊ അങ്ങനെ നീര് കണ്ടത് ചരിത്രം ഇല്ലല്ലോ സാറോ? അപ്പൊ റസൂലുള്ളാഹി അങ്ങനെ നീല് കണ്ട് എന്നുള്ള ഇവിടെ ഇല്ല സാറോ? ഇത് അവർ മുസ്നദ് അഹമ്മദിലുള്ള ഹദീസാണ് എന്ന് പറഞ്ഞവര്. മുസ്നദ് അഹമ്മദിലുള്ള ഹദീസ് ആയിക്കോട്ടെ, അതിന്റെ അർത്ഥം എങ്ങനെയാണ്? അപ്പോ ഇദൻ അന ബിലില്ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖ്ബിൽ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഷഖ്സ് തന്നെ വന്നു. അതെ, നിഴല് വരുത്തില്ല. അപ്പൊ ഈ പ്രത്യേകത റസൂലുള്ളാഹിന്റെ ജീവിതത്തിന്റെ ഇത് നുബുവത്തിന്റെ മുന്നുണ്ട് ശേഷമുണ്ടോ? ഇല്ലില്ല എന്നാണ് പറഞ്ഞത്. മുമ്പ് പറയാനുള്ള കൈതൊന്നുമില്ല, എപ്പോഴും ഇല്ലാന്ന് അർത്ഥം. അങ്ങനല്ല, നുബുവത്തിന്റെ മുമ്പ് തന്നെ ഈ അതെ, നുബുവത്തിന് മുമ്പ് ഇല്ലാന്ന് പറഞ്ഞാൽ എപ്പോഴും ഇല്ലാന്നുള്ള അർത്ഥമാണ്. ഈ ഹസായിസുകളൊക്കെ ഇതേപോലെ തന്നെ ഉണ്ടായി. അതെ അതെ. അപ്പൊ ഈ നുബുവത്തും ഹസായിസും തമ്മിലുള്ള ഫർക്ക് എന്താണെന്ന് പറയാം? എന്ത്? നുബുവത്തും ഹസായിസും തമ്മിൽ ഫർക്ക് ഉണ്ടാവൂലേ? നുബുവത്തും ഹസായിസുമായിട്ട് ബന്ധമോ? നുബുവത്ത് ഉള്ള ആൾക്കുള്ള പ്രത്യേകതകൾ, അവരുടെ വിശേഷണങ്ങളാണിത്. അപ്പൊ പ്രത്യേക വിശേഷണങ്ങൾ ഇതിപ്പോ നിഷേധിച്ചാല് ഒരുത്തിന് മുർത്തദാവോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിഷേധിക്കാൻ മുർത്തദാവെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെ അവരെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റുമോ? ഇതൊക്കെ കഥയായ ദലീൽ കൊണ്ട് കഴിഞ്ഞൊന്നുമല്ല. ഇത് മുഹത്തദികളെന്ന് അറിയട്ടെ. ഇതിനെക്കുറിച്ച് മുഹത്തദി നമുക്ക് പറയാൻ പറ്റൂല. മുഹത്തദിയാണ്, കാഫിർ എന്ന് പറയാൻ പറ്റൂല. അപ്പൊ ഈ പ്രത്യേകത നിഷേധിച്ചപ്പോൾ മുഹത്തദിയാവും എന്തായാലും. മുഹത്തദിയാണ്. അപ്പൊ നമുക്ക് ഈമാൻ ഇല്ല എന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ ഈ വാദം വരുന്ന സമയത്ത് ഇങ്ങനെ വിശ്വസിക്കുന്നവർക്ക് ഈമാൻ ഇല്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഈമാൻ ഇല്ലാത്ത ആൾ കാഫിർ പറയാൻ പറ്റൂല. സാലിഹ്യങ്ങളാരും മുഹത്തദികളാരും കാഫിർ തന്നിട്ടില്ല. അപ്പൊ ഈമാൻ ഇല്ലാത്ത കാഫറായ അല്ല, ഇത് മുഹത്തദി കാഫറാവോ? ഈമാനില്ലാന്ന് ഈമാനും കുഫറും രണ്ടും വിദ്ദാണ്. അത് രണ്ടാണ് വിദ്ദ അങ്ങോട്ടുള്ളത് അല്ലെ? അപ്പോ നിങ്ങൾ തന്നെയാണ് വാദപ്രതിവാദം നടത്തുന്നത്? ഞങ്ങളെ കൂട്ടുകാരനുണ്ട് ഒരാള്. അപ്പൊ ഞാൻ ഇതൊക്കെ എഴുതിയെടുക്കുന്നുണ്ട്. അപ്പോ ഈ വാദപ്രതിവാദം രണ്ടുമൂന്ന് കൂട്ടുകാർ മാത്രമേ ഉള്ളൂ. ഇവർക്ക് അത്ര വലിയ ഇതില്ല. ഇവർക്ക് ഈ വിഷയത്തിൽ വലിയ പാണ്ഡിത്യൊന്നുമില്ല. ഇവരിപ്പോ ഗൾഫിലേക്ക് പോയിട്ട് അങ്ങനെ ആയതാ. അപ്പൊ ഈ പറഞ്ഞ മനസ്സിലാവുന്ന സ്ഥിതി തന്നെ പിന്നെ അങ്ങേറ്റം അങ്ങ് കടന്നു പിടിച്ചൊന്നുമല്ല. സിയാറത്തിന് പോവായിട്ടൊന്നുമില്ല. അപ്പൊ ഈ റസൂലുള്ളാഹിന്റെ പ്രത്യേകതകളൊക്കെ മുത്തുനബിയിൽ എല്ലാ സമയത്തും ദായിമാണ്. എല്ലാ സമയത്തും ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റൂല. അങ്ങനെ പറയാൻ പറ്റും അല്ല? അങ്ങനല്ല, ഉണ്ട്. ഒരാൾക്ക് ഒരു സിഫത്ത് ഉണ്ട് തന്നെ എപ്പോഴും ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. എപ്പോഴും ഇല്ല എന്ന് പറഞ്ഞത് മാത്രമേ എപ്പോഴും ഇല്ലാത്തത്. അപ്പൊ ഈ സിഫത്തുകളൊക്കെ റസൂലുള്ളാഹിൽ എപ്പോഴും ദായിമായിട്ട് തന്നെ. അപ്പൊ റസൂലുള്ളാഹിന്റെ വിയർപ്പിനെ കുറിച്ചൊക്കെ പറയുന്നില്ല അത്തർ പോലെയാണെന്നല്ലോ. അപ്പൊ ഈ ഹദീസുകളൊക്കെ ഇപ്പൊ സഹിയായ ഹദീസ് തന്നെ സാർ? ഈ മുസ്നദ് അഹമ്മദ് ഹദീസുകൾ സ്വീകരിക്കാൻ പറ്റുമോ? അപ്പൊ എന്തായാലും റസൂലുള്ളാഹിക്ക് മേലില്ല എന്നുള്ള ഉറപ്പ് തന്നെ. ഉറപ്പൊക്കെ വലിയ വിഷയമാണ്. ഹദീസിനൊക്കെ ചിലപ്പോ കുഴപ്പമുണ്ടാവും. എല്ലാം പിന്നെ സഹിയായിട്ടോ ഹസനായിട്ടോ പറയാൻ പറ്റില്ല. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വാദപ്രതിവാദം ചെയ്തിട്ട് വെറുതെ അവസാനം തോറ്റു നാക്കാൻ വേണ്ടിയിട്ടുള്ള പണിയെടുക്കുന്നുണ്ടെങ്കിൽ അതല്ല, ഇത് അങ്ങനല്ല. പറഞ്ഞ മനസ്സിലാന്ന് ചെയ്ത ഇത് ശരിയായ അവരല്ല. അവർക്ക് ഇങ്ങനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പൊ
അന്നൈമത്തുൽ കുബ്രയിൽ ഇത് കാണുന്നുണ്ട് സാർ. അത് ഇങ്ങനെ പറഞ്ഞ റസൂലുള്ള സാറ യംഷു ഖൽഫല നിയലില്ല എന്നുള്ള ഉറപ്പിച്ച് പറയുന്നുണ്ട് മൂപ്പര്. അത് മതിയല്ലോ, അതെല്ലാം പറഞ്ഞാൽ മതി. അവസ്ഥാൻ വിളിക്കോട്ടെ സാർ. ദ്വാരക്കാണെ പ്രത്യേകിച്ചിട്ട് തിരക്കില്ലല്ലോ. തിരക്ക് എനിക്കെന്തൊക്കെ പണിയുണ്ടല്ലോ, തിരക്ക് വെറുതെ ഇരിക്കല്ല. അല്ല സാർ അങ്ങനല്ല, ഇപ്പൊ ഞാൻ വിഷമയില്ലല്ലോ എന്നെ കൊണ്ട്. ഇല്ല ഞാൻ വിളിക്കോട്ടെ സാർ. അസ്സലാമു അലൈക്കും.